പ്രേം നസീർ മരിച്ചിട്ട് 37 വർഷമാണ്. ഞാനന്ന് ഒരു ചെറിയൊരു ഓർമ്മ എന്താണ്? 37 വർഷത്തിന് മുമ്പ് എനിക്കറിയാം. ഞാൻ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ, ഞാനന്ന് ടൂറിസത്തിലോ മറ്റോ ആണെന്ന് എനിക്ക് ടൂറിസം ഡയറക്ടറോ മറ്റോ ആണ്. ഞാനന്ന് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ രാവിലെ ഇരിക്കുമ്പോഴാണ് ഇതറിയുന്നത്, ടി വിയിൽ കാണുന്നു. അപ്പോൾ അച്ഛനെ വിളിച്ചു. അച്ഛനൊന്ന് വീട്ടിലുണ്ട്. അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാൻ എറണാകുളത്ത് നിന്ന് ചിറയൻകീഴ് വരെ, അച്ഛൻ ചിറയൻകീഴ് ടാക്സി പിടിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ ആകെ തകർന്നു പോയൊരു ദിവസമാണ്. ഞാൻ ഓടിയെത്തി ഒരു 3 മണിക്ക് ഞാൻ അവിടെ എത്തിയപ്പോൾ ബോഡി വന്നു. അച്ഛൻ ബോഡിയുടെ കൂടെ വന്നു. അച്ഛനാകെ ഭയങ്കര അങ്ങ് ഡൗണായിപ്പോയി. എൻ്റെ അച്ഛൻ സാധാരണ അങ്ങനെ മരണമൊന്നും കണ്ടാൽ കുറച്ചൊരു ഫിലോസോഫിക്കലായിട്ട് എടുക്കും. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല, ഇങ്ങനെ ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത് കൂടപ്പിറപ്പിനേക്കാൾ വലിയ ബന്ധമാണ്. ഞങ്ങൾ കഷ്ടപ്പെട്ട ദിവസങ്ങൾ, പൈസ ഇല്ലാത്ത ദിവസങ്ങൾ, പട്ടിണി കിടന്ന ദിവസങ്ങളും എല്ലാം ഒന്നിച്ച് അനുഭവിച്ച് അങ്ങനെ വലിയ നടനായി, ഞാനും സംവിധായകനായി. അതൊക്കെ എന്നെ എത്ര തവണയാണ് ഈ നസീർ പോലെ കേട്ടാ കൂടെ പറയും. ഈ അച്ഛൻ കൂടെ പറയും, എനിക്ക് നാട്ടിൽ സ്വത്തോ, എനിക്ക് ഇത്തിരി പറമ്പൊക്കെ ഉണ്ട്, ഞാൻ പോയി കൃഷി ചെയ്ത് ജീവിക്കുന്ന സംവിധാനമൊന്നും നടക്കും തോന്നില്ല. പടം കളിക്കാനെ പൊളിച്ചു. അച്ഛൻ്റെ 6 പടം 7 പടം പൊളിഞ്ഞു പോയി ആദ്യം. അപ്പോൾ ഇനി 7 പടം പൊളിച്ച് ഇനി ആരും നമ്മളെ വിളിക്കാനെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് കറുത്ത കൈ, കാട്ടുമൈന, കറുത്ത കൈ, കുട്ടിക്കുപ്പായ എന്നുള്ള സിനിമകൾ, അതെല്ലാം പ്രേം നസീർ തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ പതുക്കെ ഇതായി. അതിന് മുമ്പ് പല തവണ അച്ഛൻ പറയും ഞാൻ നാട്ടിൽ പോവാണ്. പോലെ ഒരു ദിവസം അങ്ങനത്തെ ഒരു പറച്ചിലുണ്ട് നസീറിൻ്റെ, ഒരു ദിവസം നമ്മുടെ കയ്യിൽ ഇൻഡസ്ട്രി നിൽക്കും എന്ന് പറഞ്ഞ് അങ്ങനെ സംഭവിച്ചല്ലോ. എനിക്കെപ്പോഴും വലിയ ഒരു ഹൃദ്യമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ് പ്രേം നസീർ കേട്ടോ. ഞാൻ അദ്ദേഹത്തിന് സാറെന്നോ ചേട്ടാന്നോ അങ്കിളെന്നോ ഒന്നും വിളിക്കില്ല. കാരണം എനിക്ക് വിളിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്കൊരു ബന്ധമാണ്. ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് ബോധമുണ്ടായ കാലം തൊട്ടേ കേൾക്കുന്ന പേര് നസീർ. അച്ഛൻ്റെ സ്വന്തം ആളെപ്പോലെയാണ്. വീട്ടിൽ 2-3 തവണയൊക്കെ വന്നിട്ടുള്ളൂ. എനിക്ക് അറിയാം, ഞങ്ങളുടെ വീട്ടിൽ കാറ് പോയില്ല അന്ന്. അച്ഛൻ ഇടവഴിയാണ്. അപ്പോൾ ഇവർ പീരിമേട് പോവാണ്. ഏത് പടത്തിനൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാനന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലമാണ്. അപ്പോൾ ഞങ്ങളുടെ കോട്ടമുകൾ എന്നുള്ളൊരു സ്ഥലത്ത് ഇറക്കി നസീറിനെ പാടത്തൂടെ നടത്തി ഇങ്ങനെ കൊണ്ടുവരണം. അപ്പോൾ ഞാനിവിടെ ഒരു കലിങ്കിൻ്റെ അവിടെ ഇരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നസീറിൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കോട്ടമുകൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരും നോക്കിക്കുകയാണെങ്കിൽ അവൻ്റെ മോൻ അവിടെ ഇരിക്കും. അപ്പോൾ 12 മണിക്ക് നസീർ 12:30 വരും. ഞാൻ 11:30 തൊട്ട് അവിടെ റെഡിയാണ്, കലിങ്കിലങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹം വന്നു, കാറ് നിർത്തി, ഞങ്ങളിങ്ങനെ പാടത്തൂടെ നടന്നു. അപ്പോൾ ഈ പ്രേം നസീറാണല്ലോ ഈ പാടത്തൂടെ ഇങ്ങനെ പോകും. അപ്പോൾ ഈ സൈഡിൽ കൂടെയുള്ള വീടുകളിൽ ഇതൊക്കെ ഇങ്ങനെ ഈ സ്ത്രീകൾ ഓടിക്കൂടുന്നതൊക്കെ എനിക്ക് കാണും. അയ്യോ നസീർ പോകണം. അദ്ദേഹം നല്ലൊരു കോൺവെർസേഷണലിസ്റ്റാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കൂടെ സംസാരിക്കുന്ന ആളിനെ താല്പര്യത്തോടു കൂടി പരിഗണിച്ചാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഞാനൊരു വലിയ ആളാണ്, ഞാൻ പറയുന്നത് നീ കേട്ടോന്നല്ല. ഹീസ് ഇൻട്രസ്റ്റഡ് ഇൻ യു. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലായിരുന്നു. അത് അടിസ്ഥാനപരമായ ഒരു വലിയ മനസ്സുമായിട്ട് ജനിച്ച ആൾ തന്നെയാണ്, സംശയമൊന്നുമില്ല.